പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ നീക്കവുമായി ബി.ജെ.പി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ താമസിക്കുന്നവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് ബി.ജെ.പി. ശ്രമിച്ചത്. ബി.ജെ.പിക്കെതിരെ പ്രതിഷേധവുമായി വോട്ടർമാർ രംഗത്തെത്തി. എന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി എന്നുള്ളത് അറിഞ്ഞു. അപ്പൊ ആകെ പെട്ടെന്ന് ഷോക്കായി. ഇപ്പൊ എന്താ ഇത്രയും കാലം ഇവിടെ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്തിൽ നിന്ന് ലെറ്റർ വന്നിരുന്നു. എൻ്റെ അമ്മേന്റെയും പെങ്ങളുടെയും വോട്ട് വെട്ടിയെന്ന് പറഞ്ഞിട്ട്. കാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന പൂക്കുട്ടിൽ നിന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ വോട്ട് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വന്നതാണ്. എൻ്റെ മകൾക്ക് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് കത്ത് വന്നു, ഇങ്ങനെ പേര് വെട്ടിയാണ് വോട്ടുകളിട്ടെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ വോട്ടിനൊക്കെ വോട്ട് ചെയ്തതാണ്. എനിക്കിതിന്റെ നോട്ടീസ് കിട്ടിയിരുന്നു. അപ്പോഴാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റിയ വിവരം ഞാൻ അറിഞ്ഞത്. ഞാൻ അറിയാതെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഈ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് സ്വാധീനമുണ്ടോ? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആളുകളെ ബി.ജെ.പിക്കാരല്ലാത്ത ബി.ജെ.പിയോട് എതിർപ്പുള്ള ആളുകളുടെ പേരുകളാണ് വെട്ടാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടർമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായും തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി ബി.ജെ.പി. വ്യാപകമായി കള്ളവോട്ടും വ്യാജ വോട്ടുമാണ് ചേർത്തതെങ്കിൽ ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വ്യാപകമായ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ നിലവിലുള്ള വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ ഓരോ വാർഡിൽ നിന്നും 30 മുതൽ 50ഓളം പേരുടെ പേരുകളാണ് ഇത്തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ വെട്ടാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ബി.ജെ.പിയുടെ ഈ നീക്കം തിരിച്ചറിഞ്ഞ് വോട്ടർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിലേക്ക് വോട്ടർമാർ തന്നെ രംഗത്തെത്തി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായത്. കാരണം പഞ്ചായത്ത് LDF ആണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത്തരത്തിൽ LDF ആണ് ഇത്തരം പേര് വെട്ടാൻ ശ്രമിക്കുന്നത് എന്ന രൂപത്തിലുള്ള പ്രചാരണം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ബി.ജെ.പിക്കാരാണെന്ന് തന്നെ പിന്നീട് തെളിയുകയായിരുന്നു. ഇത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കാരണമായിരിക്കുകയാണ്. കാരണം ജയിക്കാൻ വേണ്ടി നിലവിൽ ബി.ജെ.പിയുടെ എതിർ പാർട്ടിയിൽപ്പെട്ടവരുടെ പേരുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി വെട്ടാൻ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ബി.ജെ.പി. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സംസ്ഥാന ക്യാമ്പായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ബി.ജെ.പി. എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി തോന്നുന്നത്. കാരണം വോട്ടർ പട്ടിക സച്ചിൻ, ഈ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ എത്ര വാർഡുകളാണുള്ളത്? സച്ചിൻ പറയുന്ന പ്രകാരം ഒരു വാർഡിൽ നിന്ന് തന്നെ 50ഓളം വോട്ടർമാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അതായത് ബി.ജെ.പിക്ക് ഒരു തരത്തിലും വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളെ ഒഴിവാക്കുന്നു. എത്ര വാർഡുകളുണ്ട് അവിടെ? തീർച്ചയായും സിജു, 20ഓളം വാർഡുകളാണ് നിലവിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലുള്ളത്. അവിടെ ഓരോ വാർഡിൽ നിന്നും ഇത്തരത്തിൽ 500ഓളം പേരുടെ ലിസ്റ്റാണ് നിലവിൽ പഞ്ചായത്തിന് ലഭിച്ചത് വെട്ടാൻ വേണ്ടി, വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ബി.ജെ.പി. പ്രവർത്തകർ നൽകിയത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ കൈരളി ന്യൂസിനോട് പങ്കുവച്ചിട്ടുണ്ട്. സിജു, ശരി. സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയത്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വ്യാപകമായി വോട്ടർമാരെ വെട്ടിയൊതുക്കാൻ, പേരുകൾ വെട്ടാൻ ബി.ജെ.പി. നീക്കം നടത്തി. വോട്ടർമാർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്.